നമസ്കാരം. അടുത്ത ഒരു ഓണക്കാലം കൂടെ എത്തിയിരിക്കുകയാണ്. ഓണത്തിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഓണസദ്യ തന്നെയാണ്. എന്നാൽ ഈ സദ്യ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് അറിഞ്ഞാലോ? അതായത് ഇത് വേണ്ട പോലെ ശരിക്കും കഴിക്കുവാണെങ്കിൽ ഒരു മരുന്നിനേക്കാളും ഗുണം ചെയ്യും. ഇതിൽ വരുന്ന ചോറ്, പരിപ്പ്, പപ്പടം, നെയ്യ്, വാഴപ്പഴം, വിവിധതരം അച്ചാറുകൾ, ഇഞ്ചിക്കറി, പച്ചടി, കിച്ചടി, അവിയൽ, സാമ്പാർ, തോരൻ, ഓലൻ, കാളൻ, കൂട്ടുകറി, രസം, മോര്, പായസം, ചിപ്സ്, ശർക്കര വരട്ടി തുടങ്ങിയ ഒരു നീണ്ട നിര തന്നെയാണ് സദ്യയിൽ. ഇവയ്ക്ക് ഓരോന്നിനും ഇലയിൽ ഓരോ സ്ഥാനവും അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് ചോറെടുക്കാം. ഈ തവിടുള്ള ചോറാണെങ്കിൽ അതിൽ തൈമിൻ, റൈബോഫ്ലേവിൻ, നിയാസിൻ തുടങ്ങിയിട്ടുള്ള ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. നാരുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കും കഴിക്കാവുന്നതാണ്. അടുത്തതായിട്ട് പരിപ്പ്, പപ്പടം, നെയ്യാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഇരുമ്പ്, പൊട്ടാസ്യം, കാൽഷ്യം എന്നിവ പരിപ്പിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ വൈറ്റമിൻ എ, ഡി, ഇ എന്നിവ നെയ്യിലും അടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ണിന്റെ കാഴ്ചയ്ക്കൊക്കെ സഹായിക്കുന്നു. ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് മികച്ചതാണ്. വൈറ്റമിൻ ഡി ആണെങ്കിൽ കാൽഷ്യം ആഗിരണം ചെയ്യാനും സഹായിക്കുന്നു. അടുത്തതായിട്ട് ഇഞ്ചിക്കറിയാണ്. ഇത് ദഹന പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുന്നു. ഇതിലെ ആന്റി ഓക്സിഡൻസ് പ്രതിരോധശേഷിയൊക്കെ വർദ്ധിപ്പിക്കുന്നു. കൂടാതെ വൈറ്റമിൻ എ, ഡി, ബി, ഇ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് പലതരം അച്ചാറുകളാണ്. മിക്കവാറും മാങ്ങയോ നാരങ്ങയോ നെല്ലിക്കയോ ഒക്കെ ആയിരിക്കും. ഇവയിൽ ധാതുക്കളും വൈറ്റമിൻസ്, പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അടുത്ത് വരുന്ന കിച്ചടിയാണ്. ഇതിലെ പ്രധാന ചേരുവ തൈരും ഒന്നെങ്കിൽ ബീട്രൂട്ട് അല്ലെ വെള്ളരിക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ ഇവയൊക്കെ മികച്ചതാണ്. കൂടാതെ എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അടുത്തത് പച്ചടിയാണ്. ഇത് പല ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാം. ചിലർ പൈനാപ്പിള്, ബീട്രൂട്ട്, മത്തങ്ങ, വെണ്ടയ്ക്ക, പാവയ്ക്ക, മാങ്ങ അങ്ങനെ എന്ത് വെച്ച് വേണമെങ്കിലും നമ്മൾ ഈ പച്ചടി ഉണ്ടാക്കാം. ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസ് എടുത്താൽ ഓരോന്നിനും ധാരാളം ഗുണങ്ങളുണ്ട്. അടുത്തതായിട്ട് സദ്യയിലെ രാജാവ് എന്ന് തന്നെ പറയാവുന്ന അവിയലാണ്. ഒരുവിധം എല്ലാ പച്ചക്കറികളും അടങ്ങിയിട്ടുള്ള അവിയലിൽ ധാതുക്കളും വൈറ്റമിൻസും നാരുകളും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. ഇത് പോഷകാഹാരക്കുറവിനെ പ്രതിരോധിക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നു. സാമ്പാറിലും അതുപോലെ ധാരാളം പച്ചക്കറികൾ ഉള്ളതിനാൽ അവിയൽ പോലെ തന്നെ എല്ലാ ഗുണങ്ങളും കിട്ടുന്നു. കൂടാതെ ഇതിലെ പ്രധാന ഘടകമായ പരിപ്പ് പ്രോട്ടീൻ്റെ മികച്ച ഉറവിടം കൂടിയാണ്. അടുത്തതായിട്ട് വരുന്ന പുളിശ്ശേരിയും മോരും രസവുമാണ്. ഇവ മൂന്നും എല്ലാവിധ ദഹന പ്രശ്നങ്ങളെയും കുറയ്ക്കുന്നു. കുടലിന്റെ ആരോഗ്യത്തിനും വയറിന്റെ അസ്വസ്ഥതകൾക്കൊക്കെ നല്ലതാണ്. ഇവയിലൊക്കെ ധാരാളമായിട്ട് പൊട്ടാസ്യം, ഫോസ്ഫറസ്, സിങ്ക്, അയഡിൻ, റൈബോഫ്ലേവിൻ ഒക്കെ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സദ്യ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൈ രസം, മോര് ഒക്കെ കഴിക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ്. ഏറ്റവും അവസാനത്തേതായ പായസമാണ്. പായസം ഇല്ലാതെ ഒരു സദ്യയും പൂർണ്ണമാവില്ല, നമുക്കറിയാം. അടപ്രഥമനാണെങ്കിൽ ശർക്കര, തേങ്ങാപ്പാൽ ഒക്കെ ചേരുമ്പോൾ ഇതിൽ ഇരുമ്പ്, സിങ്ക്, പൊട്ടാസ്യം, മറ്റ് ധാതുക്കളൊക്കെ ധാരാളമായിട്ട് ലഭിക്കുന്നു. പാൽപ്പായസമാണെങ്കിലും ഇതിൽ കാൽഷ്യം, ഫോസ്ഫറസ്, പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കായവറുത്ത്, ശർക്കര വരട്ടി, പഴം, പപ്പടം അങ്ങനെ സദ്യയിൽ വിളമ്പുന്ന ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അവസാനം ഈ പഴം കഴിക്കുമ്പോൾ അത് ദഹനത്തെ വളരെയധികം സഹായിക്കുന്നു. ഇത്രയൊക്കെ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് മറ്റേതൊരു ഭക്ഷണത്തെക്കാളും സദ്യ തന്നെ ഏറ്റവും മികച്ച ഒരു ആരോഗ്യകരമായ ഭക്ഷണമായിട്ട് കരുതപ്പെടുന്നത്.